നമസ്കാരം. ഇന്ത്യയിൽ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതായിട്ട് ആയിരക്കണക്കിന് ക്ഷേമ പദ്ധതികളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം ഇന്നും ഒരു ശാപമായിട്ട് തുടരുന്നത്? പദ്ധതികളുടെ കുറവാണ് പ്രശ്നം? അല്ല, സിസ്റ്റത്തിന്റെ ഡിസൈൻ തന്നെയാണ് പ്രശ്നം. നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്ന് എല്ലാവരും പറയും. പക്ഷേ നിങ്ങൾ കയറാൻ ശ്രമിക്കുന്ന കോണിക്ക് പടികളില്ലെങ്കിലോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു സാമ്പത്തിക പദ്ധതിയേ അല്ല, മറിച്ച് സാധാരണക്കാരുടെ അധികാരം എവിടെ തുടങ്ങുന്നു എന്നതിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം യൂണിവേഴ്സൽ ക്രെഡിറ്റിനെ പറ്റിയിട്ട്. UK-യിലെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നത് വിവിധ ആനുകൂല്യങ്ങളെ ഒരൊറ്റ പ്രതിമാസ പേയ്മെന്റിലേക്ക് സംയോജിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. UK-യിൽ നിലവിലുണ്ടായിരുന്ന തൊഴിലില്ലായ്മ വേതനം, ഹൗസിംഗ് ബെനിഫിറ്റ്, ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് തുടങ്ങിയ 6 വ്യത്യസ്ത സ്കീമുകൾ നിർത്തലാക്കി അവയെ ചേർത്ത് നിൽക്കുന്ന ഒരു സിംഗിൾ വിൻഡോ പേയ്മെന്റ് ആണിത്. ഇന്ത്യൻ പദ്ധതികളുമായുള്ള താരതമ്യം, ഇന്ത്യയിലെ ചിതറിക്കിടക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാസഗഡുവായിട്ട് വരുവാണെങ്കിൽ അത് യൂണിവേഴ്സൽ ക്രെഡിറ്റിന് തുല്യമാകും. UK-യിൽ വെൽഫെയർ സിസ്റ്റത്തിലെ സങ്കീർണതകൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കേവലം സിദ്ധാന്തങ്ങൾക്കപ്പുറം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ UK-യിൽ ജേർണലിസ്റ്റ് അഡ്വൈസർ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ്. അപ്പം ദിവസവും 100 കണക്കിന് ആളുകളാണ് സഹായം തേടി വരുന്നത്. ഇവിടെ ഞാൻ നേരിട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പലരും വരുന്നത് തന്നെ വലിയൊരു ഫയൽ നിറയെ കടലാസുമായിട്ടാണ്. അഭിനവേ, എനിക്ക് ഹൗസിംഗിന് ബെനിഫിറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റിൽ മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിഷമിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പഴയ സിസ്റ്റത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ പോലും ആഴ്ചകൾ എടുക്കുമായിരുന്നു. യൂണിവേഴ്സൽ ക്രെഡിറ്റ് വന്നതോടുകൂടിയിട്ട് ഈ സങ്കീർണതകൾക്ക് ഒരു പരിധി വരെ മാറ്റം വന്നു. ഒരു അഡ്വൈസർ എന്ന നിലയിൽ എനിക്ക് ഒരാളുടെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയും ഒരൊറ്റ സ്ക്രീനിൽ കാണാൻ സാധിച്ചു. ഇത് വെറും ഒരു സാങ്കേതിക മാറ്റമല്ല, മറിച്ച് ആ വ്യക്തിക്ക് നൽകുന്ന മാനസിക പിന്തുണ കൂടിയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ സുരക്ഷിതമാണ് എന്ന് അവർക്ക് ഉറപ്പ് നൽകാൻ ആ സിസ്റ്റം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അഡ്വൈസർ എന്ന നിലയിലുള്ള എന്റെ പ്രധാനപ്പെട്ട 3 നിരീക്ഷണങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഭരണപരമായിട്ടുള്ള കടമകൾ. പാവപ്പെട്ടവർക്ക് പണമില്ലാത്തതിനേക്കാൾ വലിയ പ്രശ്നം പലപ്പോഴും വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാത്തതാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഒരു വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്ന സാധാരണക്കാരുടെ അവസ്ഥയും UK-യിലെ പഴയ സിസ്റ്റവും തമ്മിൽ വലിയ സാമ്യമുണ്ട്. ഡിജിറ്റൽ ലിറ്ററസിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സിറ്റിസൺസ് അഡ്വൈസ് ബ്യൂറോയിൽ ഇരുന്നപ്പോൾ ഫോണോ ഇന്റർനെറ്റോ ഉപയോഗിക്കാൻ അറിയാത്ത പ്രായമായവർ യൂണിവേഴ്സൽ ക്രെഡിറ്റ് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് നടപ്പാക്കുമ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എത്രത്തോളം നിർണായകമാണെന്ന് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. അതുപോലെ തന്നെയാണ് മാനുഷിക പരിഗണന. നിയമങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നിടത്ത് ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമാണ്. ഇന്ത്യയിൽ ഒരു ജേർണലിസ്റ്റ് അഡ്വൈസർ എന്ന ഒരു തസ്തിക പഞ്ചായത്ത് തലത്തിൽ ഉണ്ടെങ്കിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും. ഇനി പറയാൻ പോകുന്ന ഈ 2 പോയിന്റുകളാണ് യൂണിവേഴ്സൽ ക്രെഡിറ്റിനെ ഒരു കേവല ഹാൻഡ് ഔട്ട് അല്ലെങ്കിൽ സൗജന്യ ധനസഹായം എന്നതിലുപരി ഒരു എംപവർമെന്റ് ടൂൾ അല്ലെങ്കിൽ ശാക്തീകരണ ഉപാധി ആക്കി മാറ്റുന്നത്. ഒന്നാമത്തേതാണ് ദ ടേപ്പർ സിസ്റ്റം. ദാരിദ്ര്യക്കെണിയിൽ നിന്നുള്ള മോചനം UK-യിലെ പഴയ വെൽഫെയർ സിസ്റ്റങ്ങളിലെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു ദ പോവർട്ടി ട്രാപ്പ് അല്ലെങ്കിൽ ദാരിദ്ര്യക്കെണി. ഇനി എന്താണ് ദാരിദ്ര്യക്കെണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. പഴയ നിയമപ്രകാരം ഒരാൾക്ക് ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ജോലി സമയം കൂട്ടുകയോ ചെയ്താൽ സർക്കാർ സഹായം പെട്ടെന്ന് അങ്ങ് നിർത്തലാക്കി കളയും. പലപ്പോഴും ജോലിയിലൂടെ കിട്ടുന്ന അധിക വരുമാനത്തെക്കാൾ വലിയ തുകയായിരിക്കും സർക്കാർ സഹായമായി കുറയുന്നത്. ഫലത്തിൽ ജോലിക്ക് മുമ്പ് സാമ്പത്തികമായി ആ വ്യക്തിക്ക് നഷ്ടമുണ്ടാക്കുന്നു. അതുകൊണ്ട് ആളുകൾ ജോലിക്ക് പോകാൻ മടിക്കുന്നു. ഇപ്പൊ യൂണിവേഴ്സൽ ക്രെഡിറ്റിൽ വന്നതോടുകൂടി എന്തൊക്കെ മാറ്റമാണെന്ന് നോക്കാം. ഇവിടെ സഹായം പെട്ടെന്ന് നിർത്തുന്നില്ല, പകരം നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ 100 പൗണ്ടിനും സർക്കാർ സഹായത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം മാത്രമേ കുറയ്ക്കൂ. ഇതിനെയാണ് ടേപ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്നത് എപ്പോഴും ലാഭകരമാണ്. വർക്ക് ഓൾവേസ് പേയ്സ് എന്ന ചിന്ത ഇത് നിക്ഷേപകരിൽ വളർത്തുന്നു. ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വേതനമുള്ള ജോലി ചെയ്യുന്നവർക്ക് അതോടൊപ്പം സർക്കാർ സഹായവും പതുക്കെ കുറയ്ക്കുന്ന രീതിയിൽ ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് വർക്ക് കോച്ച്. വെറും ഒരു പണമല്ല, ഒരു മാർഗദർശി. പലർക്കും പണമില്ലാത്തതിനേക്കാൾ വലിയ പ്രശ്നം എങ്ങനെ ഒരു ജോലി കണ്ടെത്തണം അല്ലെങ്കിൽ എങ്ങനെ ഒരു പുതിയ സ്കില്ല് പഠിക്കണം എന്നറിയാത്തതാണ്. അതിന് വ്യക്തിഗത സപ്പോർട്ട് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് ആവശ്യമാണ്. യൂണിവേഴ്സൽ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഓരോ വ്യക്തിക്കും ഒരു വർക്ക് കോച്ച് ഉണ്ടായിരിക്കും. ഇത് വെറും ഒരു ഉദ്യോഗസ്ഥനല്ല, പകരം ഒരു മെന്ററാണ്.
ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ CV തയ്യാറാക്കാൻ സഹായിക്കുക, അനുയോജ്യമായ തൊഴിൽ പരിശീലനങ്ങൾ നിർദ്ദേശിക്കുക, ജോലി കിട്ടുന്നതിലെ തടസ്സങ്ങൾ, ഉദാഹരണത്തിന് കുട്ടികളെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥ പരിഹരിക്കാൻ സഹായിക്കുക എന്നിവയാണ് കരാർ. സഹായം സ്വീകരിക്കുന്ന വ്യക്തിയും വർക്ക് കോച്ചും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഞാൻ ആഴ്ചയിൽ ഇത്ര മണിക്കൂർ ജോലി അന്വേഷിക്കും എന്ന ഉറപ്പിന്മേലാണ് സഹായം നൽകുന്നത്. ഇത് വ്യക്തിയെ ഉത്തരവാദിത്തമുള്ളവനാക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, സൗജന്യമായിട്ട് പണം കൊടുത്താൽ ആളുകൾ മടിയന്മാരാകില്ലേ എന്ന്. അവിടെയാണ് ടേപ്പ് സിസ്റ്റത്തിന്റെയും വർക്ക് കോച്ചിന്റെയും പ്രസക്തി. സിസ്റ്റം നിങ്ങളെ മടിയനാക്കുകയല്ല, പകരം നിങ്ങളുടെ കൈപിടിച്ചു ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുമ്പോൾ മറുവശത്ത് നിങ്ങളെ സ്വയം പര്യാപ്തരാക്കാനുള്ള വഴി വർക്ക് കോച്ച് കാണിച്ചു തരുന്നു. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇതിന്റെ പ്രസക്തി ഇനി പറയാൻ പോകുന്നതാണ്. ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി, മൻരേഗ പോലുള്ളവയിൽ ഇത്തരം ഒരു കോച്ചിങ് സംവിധാനം കൂടി വന്നാൽ ആളുകൾക്ക് അൺസ്കിൽഡ് ജോലികളിൽ നിന്ന് മാറി സ്കിൽഡ് ജോബ്സിലേക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ ക്രെഡിറ്റിന്റെ എഞ്ചിൻ. ജോലി ലഭിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ പെട്ടെന്ന് നിർത്തലാക്കാതെ ടേപ്പ് സിസ്റ്റം നിങ്ങളെ കൈപിടിച്ചുയർത്താൻ കൂടെ നിൽക്കുന്ന ഒരു വർക്ക് കോച്ച്. കേൾക്കുമ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള പഴുതുകളില്ലാത്ത ഒരു സംവിധാനമായിട്ട് തന്നെ തോന്നാം. പണമില്ലാത്തവന്റെ കയ്യിലേക്ക് അധികാരം നേരിട്ടെത്തുന്ന ഒരു മാന്ത്രിക വടി. പക്ഷേ ഈ നാണയത്തിന് മറ്റൊരു വശമുണ്ട്. UK ഈ സിസ്റ്റം നടപ്പിലാക്കിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പെട്ടെന്ന് പട്ടിണിയിലായതും സാങ്കേതിക തകരാറുകളും മൂലം മാസങ്ങളോളം പണം ലഭിക്കാതിരുന്നതും നിങ്ങൾക്കറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള, ഇന്റർനെറ്റ് പോലും എത്താത്ത ഗ്രാമങ്ങളുള്ള ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ എന്ത് സംഭവിക്കും? ഇത് സാധാരണക്കാരനെ രക്ഷിക്കാനുള്ള ഒരു കോണിയാണോ, അതോ അവനെ കടക്കണിയിലാക്കുന്ന ഒരു കെണിയാണോ? ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ സിസ്റ്റം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ 3 വെല്ലുവിളികൾ, അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് വിശകലനം ചെയ്യും. ആ ഭാഗം കാണാതെ ഈ വിഷയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.